നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാരുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാനരന്മാരെല്ലാം നാല് പാടും പോയി അന്വേഷിക്കുകയാണ്. വടക്കോട്ടുള്ളവർ പോയി തിരിച്ചെത്തി. സീത അവിടെ അങ്ങും ഇല്ല എന്ന് പറയാണ്. എല്ലായിടത്തും തിരക്കി. അവർ നോക്കാൻ ഒരു ബാക്കി സ്ഥലമില്ല, അതുപോലെ തിരക്കിയിട്ട് അവർ തിരിച്ചെത്തിയിട്ട് പറയാണ് സീതയെ കണ്ടില്ല. കിഴക്കോട്ട് പോയവരും അത് തന്നെ പറഞ്ഞു, പടിഞ്ഞാറോട്ട് പോയവരും അത് തന്നെ പറഞ്ഞു, തിരിച്ചെത്തി. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും ഹനുമാനും അംഗദനും ജാമ്പവാനും കൂടെ പോയ വാനരപ്പടയും തിരിച്ചെത്തിയിട്ടില്ല. അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നടന്ന് കുറേ ദിവസമായി നടക്കുന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അവിടെ പോകുന്ന വഴിക്കൊന്നും ഒന്നും കാണുന്നില്ല. അപ്പോൾ അവർ നടന്ന് ഒരു ഗുഹയുടെ അവിടെ എത്തി. അപ്പോൾ ആ കാട് പിന്നെ അങ്ങോട്ട് വല്ലാണ്ട് കുത്തി നിറഞ്ഞിരിക്കുന്ന കാടാണ്. ആ കാടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മുഴുവൻ ഇരുട്ടായി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ വലിയ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരുടെയും സൂക്ഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് കയറി, ഗുഹ മുഴുവൻ കുറ്റാക്കൂരി ഇരുട്ടാണ്. ഇതിൽ കൂടി നടന്ന് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ നല്ല താമരപ്പൂവിൻ്റെ മണം നല്ലോണം വരുന്നു. അപ്പോൾ നല്ല സുഗന്ധം വരുന്നു. ഇവർക്കപ്പോൾ മനസ്സിലായി അവിടെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ നടക്കുകയാണ്. അങ്ങോട്ട് ചെന്ന് അവിടെ ചെല്ലുമ്പോൾ വല്ലാത്തൊരു പ്രഭ വരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു യോഗിനി ഇരിക്കുകയാണ്, സ്വാധ്വി ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഹനുമാൻ ചെന്ന് മുമ്പിൽ തൊഴുത് നിന്നിട്ട് പറയാണ്, ഞങ്ങൾ കുറേ ദിവസമായി നടക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം പോലും ഇല്ല, അവിടുന്ന് ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സാധ്വി പറയാണ്, മായാസുരൻ എന്ന് പറഞ്ഞ രാക്ഷസന്മാരുടെ വാസ്തുശില്പിയാണ് ഈ കാട് നിർമ്മിച്ചത്. അപ്പോൾ ബ്രഹ്മാവ് അനുഗ്രഹിച്ചു, എന്താണ് ശുക്രൻ്റെ സമ്പത്ത് മുഴുവൻ ഇയാൾക്ക് കിട്ടുന്നുള്ളത്. പക്ഷെ അപ്പോൾ ഇത് ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല. ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ഈ അസുരനെ കൊന്നു കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് ഈ കാട് ഹേമയ്ക്ക് കൊടുത്തു. മേരു സവരണി എന്ന് പറയുന്നൊരു ഋഷിയുണ്ട്. ആ ഋഷിയുടെ പുത്രിയായ സ്വയംപ്രഭയാണ് ഞാൻ. എൻ്റെ കൂട്ടുകാരിയാണ് ഹേമ. ഹേമ പറഞ്ഞിട്ട് ഇപ്പം ഇത് നോക്കി നടക്കുന്നത് ഞാനാണെന്ന് പറയാം. എന്നിട്ട് ഈ യോഗിനി ഇവർക്ക് കഴിക്കാൻ വേണ്ടി നിറച്ചും ഫലങ്ങളും വെള്ളവും കൊടുക്കുകയാണ്. കഴിച്ച് വെള്ളവും കുടിച്ച് കഴിയുമ്പോൾ ഈ ആരന്മാർക്കൊക്കെ സമാധാനമാവും. അപ്പോൾ ഇവർ കാര്യം പറയാണ്, വന്ന കാര്യം സീതാദേവിയെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളതൊക്കെ ഇവർ പറയുകയാണ്. അപ്പോൾ സ്വയംപ്രഭ പറയാണ്, നേരെ തെക്കോട്ട് നടന്നോളൂ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടിക്കോളൂ എന്ന് പറയാണ്. പക്ഷേ അപ്പോൾ പറയും, പൊതുവേ ഇതിനകത്ത് വന്ന ആരും തിരിച്ച് പുറത്തേക്ക് ജീവനോടെ പോവാറില്ല, നിങ്ങളെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സഹായിക്കണം. എല്ലാവരോടും പറയാം കണ്ണടച്ചോളൂ എന്ന് പറയാണ്. ഇവർ കണ്ണടച്ചു. പെട്ടെന്ന് എന്നിട്ട് ഇവരോട് കണ്ണ് തുറന്നോളൂ പറയാണ്. ഇവർക്ക് ആ കാടിന് പുറത്തെത്തി. എന്നിട്ട് പറയും, ഇനി നേരെ നടന്നോളൂ എന്ന് പറയാണ് തെക്കോട്ടേക്ക്. അങ്ങനെ ഇവർ നടന്ന് കുറേ ദൂരം എത്തി. അങ്ങനെ സമുദ്രത്തിൻ്റെ അടുത്തെത്തി. ഇവർ കുറേ ദൂരം നടന്ന് സമുദ്രത്തിൻ്റെ അടുത്തെത്തി. വാനരന്മാരെല്ലാം പേടിച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യുക, എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. കാരണം ഒരു രീതിയിലും രാവണനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന, സീതയെ കണ്ടുപിടിക്കാൻ, രാവണൻ എവിടെയാണെന്നുള്ളത് എങ്ങനെയാണെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അവർ വിഷമിച്ച് നിൽക്കുകയാണ് അവിടെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.